ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ക്രാഫ്റ്റുമായിട്ടാണ്. ക്രിസ്മസിന് ഈസി ആയിട്ട് നമുക്കൊരു ക്രിസ്മസ് ട്രീ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. എല്ലാം വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യണം. പിന്നെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു കലണ്ടർ എടുത്തിട്ടുണ്ട്. പഴയ കലണ്ടറാണ്. അപ്പോൾ ഈ കലണ്ടറിൽ നിന്ന് നമുക്ക് ഒരു ഏടുകൊണ്ട് എടുക്കാം. അപ്പോൾ കലണ്ടറിൻ്റെ പേപ്പറാകുമ്പോൾ കുറച്ചൊരു കട്ടി കിട്ടുമല്ലോ, അതാണ് ഞാനിതെടുത്തത്. ഇനി നിങ്ങളുടെ കയ്യിൽ എന്താണോ കുറച്ച് കട്ടിയായിട്ടുള്ള പേപ്പർ ഉള്ളത് അതെടുക്കാം കേട്ടോ. അല്ല ഇനി പേപ്പർ തന്നെ ഒരു 4-5 ന്യൂസ് പേപ്പറൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമുക്ക് ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഈത്തപ്പഴത്തിൻ്റെ കുരു വേണം. പിന്നെ നമുക്ക് സ്പ്രേ പെയിൻറ്റ് വേണം. ഞാനിവിടെ ഗ്രീൻ കളർ സ്പ്രേ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് നമുക്കിങ്ങനെ കോണായിട്ട് ഇങ്ങനെ മടക്കണം. അതിന് മുന്നേ ഈ ഒരു ഭാഗം നമുക്ക് വെട്ടിക്കളയാം. അപ്പം നമുക്കിനി ഇതിങ്ങനെ നമ്മൾ കപ്പലണ്ടൊക്കെ പൊതിയില്ലേ, അതേപോലെ ഇതിങ്ങനെ കോണായിട്ട് ഇങ്ങനെ പൊതി മടക്കണം. ഈ ഭാഗം ഇങ്ങനെ കൂർപ്പിച്ച് കണ്ടില്ലേ, ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കിയിട്ട് ഈ ഭാഗം നമുക്ക് ഫെവിക്കോളോ എന്താണ് നിങ്ങളെ കയ്യിൽ ഗ്ലൂ ഉള്ളത് അതുകൊണ്ടത് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത് ഒട്ടിക്കാനായിട്ട് എടുക്കുന്നത് ഗ്ലൂ ഗണ്ണാണ്. അപ്പോൾ വേഗം ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗ്ലൂ ഗണ്ണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 2 കലണ്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, 1, 2. എന്താ വെച്ചാൽ ആദ്യം ഞാൻ ഒന്നായിട്ട് കോണാക്കിയപ്പോൾ എനിക്ക് അത്ര കണ്ട് ഉറപ്പ് ഫീൽ ചെയ്തില്ല. എന്നിട്ട് ഞാൻ വീണ്ടും കോണായിട്ട് ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഞാൻ ഗ്ലൂ ഗണ്ണാക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല. ഇനി നമുക്ക് ഈ ഒരു എക്സസ് കാണുന്ന ഈ ഒരു ഭാഗമല്ലേ, അത് നമുക്ക് വെട്ടിക്കളയാം. പിന്നെ ക്രിസ്മസ് ട്രീക്ക് എത്ര ഹൈറ്റ് വേണം എന്ന ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിൻ്റെ വലിപ്പം കുറക്കാം കേട്ടോ. അപ്പോൾ പിന്നെ അത്ര വലുത് വേണ്ട, ചെറുത് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വെട്ടിക്കൊടുക്കണം. അപ്പോൾ മുറിച്ച് നോക്കിയിട്ട് നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ ടേബിളുമൊക്കെ വെക്കാൻ പറ്റിയ ക്രിസ്മസ് ട്രീ ആണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചാൽ ശരിക്കും ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സർക്കിൾ നമ്മൾ വെട്ടുമ്പോൾ ശരിക്കും കറക്റ്റായിട്ട് വെട്ടണം. അപ്പോൾ ഞാനിതിൻ്റെ ലെങ്ത്ത് ഒന്നും കൂടെ ചെറുതാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ക്രിസ്മസ് ട്രീക്കുള്ള കോൺ ഇവിടെ ഞാൻ ശരിക്കും കറക്റ്റായിട്ട് വെട്ടിയിട്ട് അതിൻ്റെ ലെങ്ത്തൊക്കെ ഒന്ന് കുറച്ചെടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാകത്തിനുള്ള ലെങ്ത്ത് ആക്കിയെടുത്തിട്ടുണ്ട്. കണ്ട, ഇങ്ങനെ വെച്ചാൽ അതിങ്ങനെ ശരിക്കും ഇങ്ങനെ ഇരിക്കണം. അങ്ങനെയാണ് നമ്മളിവിടെ അടിയിൽ വെട്ടിയെടുക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഞാനിവിടെ കുറച്ച് ഈത്തപ്പഴത്തിൻ്റെ കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. ഈത്തപ്പഴത്തിൻ്റെ കുരു നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അതിന് ഞാൻ ഗ്ലൂ ഗൺ തന്നെ ഉപയോഗിക്കണം കേട്ടോ. ഈത്തപ്പഴത്തിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഒരു വെട്ട് പോലെയുള്ള ഭാഗം, അതും കണ്ട് മേലക്കാക്കിയിട്ട് ഒട്ടിക്കാനാണ് ഇതിലാകെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമുള്ളൂ. അതിങ്ങനെ മേലേക്ക് കാണണം, നല്ല ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ നല്ല അടിയിലേക്കാക്കിയിട്ട് ഒട്ടിക്കരുത്. അപ്പം നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും, കണ്ടില്ലേ. അപ്പോൾ ശരിക്കും ഇരിക്കണമെങ്കിൽ ഒരു ചെറിയൊരു സൈസിൽ അടിയിലേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം ഇത് ഒട്ടിച്ചെടുക്കാൻ. കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു ലൈന് ഇപ്പോൾ കംപ്ലീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞു. അതേപോലെ നമുക്കിനി മുഴുവനായിട്ട്
ഈത്തപ്പഴത്തിൻ്റെ കുരു ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഞാനിതാ ഫുള്ളായിട്ട് ഈ ഈത്തപ്പഴത്തിൻ്റെ കുരു എല്ലാതും ഈ കോണുമ്മ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിലെ കാണാൻ നമ്മൾ ക്രിസ്മസ് ട്രീ. ഇനി നമുക്കിതിന്മേ പെയിൻ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് സ്പ്രേ പെയിൻ്റാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സ്പ്രേ പെയിൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ആക്രിലിക് കളറോ ഫെവിക്കോളിൻ്റെ ഗ്രീനോ എന്ത് വേണമെങ്കിലും ഇതിന്മേ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിന്മേ ഫുള്ളായിട്ട് ഇതൊന്ന് അടിച്ചു കൊടുത്ത്. അപ്പോൾ ഇതാ നമ്മളെ ക്രിസ്മസ് ട്രീ നന്നായി ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. സ്പ്രേ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഗ്രീൻ കളർ സ്പ്രേ പെയിൻ്റൊക്കെ അടിച്ചിട്ട് നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് ക്രിസ്മസ് ട്രീ ഒന്ന് നല്ല കുട്ടപ്പനാക്കി എടുക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇതിങ്ങനെ ഞാനിങ്ങനെ 5 to 10 ദിർഹം ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇങ്ങനെ കിട്ടും. 2.50 ദിർഹം ഉള്ളൂ. പിന്നെ ഇത് കുറച്ച് പേളാണ്. ഇതും കുട്ടികളെ നാലൊക്കെ പൊട്ടിയത് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതിങ്ങനെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഗ്ലിറ്റർ ഫോം ഷീറ്റില്ലേ, അത് വേണം. നമുക്ക് ആദ്യം ഈ ഒരു സ്റ്റാറിൻ്റെ മാലല്ലേ, അത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. കണ്ടില്ലേ? ഇപ്പോൾ നമ്മൾ ഈ മാല ഫുള്ളായിട്ട് ട്രീമ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്യാതെ നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഈ പേള് ഒട്ടിച്ചു കൊടുക്കാം. തെർമോക്കോൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ തെർമോക്കോളിൻ്റെ കുഞ്ഞു കുഞ്ഞു ബോളില്ലേ, അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേ. എൻ്റെ കയ്യിൽ തെർമോക്കോളിൻ്റെ ബോളില്ലാത്ത കാരണമാണ് ഞാനിങ്ങനെ മണി എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ട്രീയുടെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ചു വെക്കാം. ഞാനിതാ ട്രീമേ വെള്ളമൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? പിന്നെ നല്ല ഭംഗിയല്ലേ കാണാൻ. ഇനി നമുക്ക് ക്രിസ്മസിൻ്റെ ഈ ട്രീയുടെ ഈ ടോപ്പിൽ വെക്കാൻ ഒരു സ്റ്റാർ വേണം. നമുക്ക് ഈ ഗ്ലിറ്റർ ഷീറ്റ്, ഗോൾഡൻ കളർ ഗ്ലിറ്റർ ഷീറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കൊരു സ്റ്റാർ വെട്ടിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സ്റ്റാറും ഒരു 4 കുഞ്ഞിയ സ്റ്റാർ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെട്ടിയെടുക്കാം. ഞാനിതാ സ്റ്റാറൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അത്ര വലിയ പെർഫെക്ഷനൊന്നുമില്ല കേട്ടോ സ്റ്റാർ. എനിക്ക് പറ്റുന്ന പോലെ വരച്ചിട്ട് ഞാൻ വെട്ടിയെടുത്തതാണ്. ഇനി നമുക്ക് ഈ സ്റ്റാർ ഇതിന്മേ ഒട്ടിച്ചു കൊടുക്കാം. ഇതിന്മേ തന്നെ ഗ്ലൂ ഉള്ള കാരണം നമുക്ക് നല്ല ഈസി ആയിട്ട് ഒട്ടിക്കാൻ പറ്റും. അപ്പം ഞാനിതാ സ്റ്റാർ ഇവിടെ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായോ? എനിക്കിഷ്ടമായി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ക്രിസ്മസിൻ്റെ വേറൊരു വീഡിയോ ഫസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു സ്നോമാന്. അതും കാണാത്തവരുണ്ടാകുമെന്ന് കണ്ടു നോക്കണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാവേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ഒരു ക്രിസ്മസിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ബൈ, താങ്ക് യു.